നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നോമ്പൊക്കെ ആകുമ്പം സ്നാക്സ് റെസിപ്പി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഒരു പോളയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മസാലയൊക്കെ ചേർക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താം. ഞാനിതിപ്പം ഫുള്ളായി ഫ്രൈ ചെയ്തിട്ടൊന്നുമല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ പിന്നെ ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് പൊടിയാണ് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുട്ട ചേർക്കുന്നുണ്ട്, പിന്നെ എന്താ ചിക്കൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു ഹെവി ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നോമ്പ് ഒക്കെ തുറന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം കഴിച്ചാൽ തന്നെ അതിൻ്റെ ഒരു വിശപ്പ് മാറും എന്നാണ്. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. കാരണം നമ്മളിത് ഒരു ദോശത്തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ അടി കരിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ പോള ഉണ്ടാക്കുന്നത് നോക്കി വരാം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ നല്ലത്. കാരണം ഒരുമിച്ച് കഴിക്കുമ്പോൾ എല്ലുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ പ്രിപ്പയർ ചെയ്യണം. അത് നമ്മൾ മിക്സിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് കേട്ടോ. 1 കപ്പ് പാല് തിളപ്പിച്ചിട്ട് തണുത്തതിന് ശേഷമുള്ള പാലാണ് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് മാത്രമുള്ള ബാറ്ററിന് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്, ഒരു ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, നല്ല പത പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ നിൽക്കട്ടെ. ഇനി ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു സമയം കുറച്ച് നേരം വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഒരു സവാളയാണ്. അപ്പോൾ അത് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചു, ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. സാധാരണ ഓയിലാട്ടോ, സൺഫ്ലവറോ അങ്ങനെ എന്തെങ്കിലുമാണ് നല്ലത്, വെളിച്ചെണ്ണേനെക്കാട്ടും അതാണ് നല്ലത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കുറച്ച് ഉപ്പും ചേർത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്, അത് ഓർമ്മ വേണം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു ഗരം മസാലയും കൂടി ചേർക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മിക്സൊക്കെ ആയി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. കാരണം അത്യാവശ്യം എണ്ണയും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, ഓയിലും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ ചെറിയതായിട്ട് ഒന്ന് ഫ്രൈ ആവുന്ന രൂപത്തിലായിട്ടുണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചെറുതാക്കിയിട്ടും ചിക്കൻ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായി മൊരിഞ്ഞു വന്നു, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്ക് ടിന്നിലാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ചൂട് ഒരുപാട് അങ്ങ് എടുക്കുന്ന സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആകുമ്പം അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കേക്കിൻ്റെ ടിന്നാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്, സൈഡിലൊക്കെ ആയിട്ട് തടവി കൊടുത്തു. ഇനി നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്, ഡയറക്റ്റായിട്ട് അല്ല ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് പകരം നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെങ്കിലും ചെയ്യാം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ സോസ് പാനൊക്കെ ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാം. ദോശത്തട്ടിൻ്റെ മുകളിലാണ് നമ്മളിത് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ദോശത്തട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. ഇനി നമ്മളൊരു 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ ആയിട്ട് ഈ ബാറ്റർ കുക്കായി വരില്ല, ഒരു ഹാഫ് കുക്ക് ആവുകയുള്ളൂ. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള ബാറ്റർ ഉണ്ടല്ലോ നമ്മൾ ആദ്യം ഒഴിച്ചെന്നുള്ള അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടി വേവിച്ചെടുക്കാം കേട്ടോ. ഏതാണ്ട് ഒരു 2-2.5 മിനിറ്റോളം വേവിക്കാം. അപ്പോൾ ഇതാ 2.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു 2-3 സ്ലൈസ് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ ഒരു ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു മസാലയോട് കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതാ ഒരു 2.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തുറന്നു നോക്കിയിട്ട് അപ്പം വെന്തോ എന്നുള്ളത് നോക്കാൻ നിങ്ങൾക്ക് ഇപ്പം പപ്പടക്കോലോ അല്ലെങ്കിൽ സ്ക്രൂവറോ ഒക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ കഴിക്കാം. അല്ലെങ്കിൽ ഒന്ന് മറുവശം തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനപ്പം ഇത് വേറൊരു പാനിലോട്ട് മാറ്റിയിട്ട് ഒന്ന് മുകൾ ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് 1 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് എടുക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു സോഫ്റ്റാണെന്ന്. അപ്പോൾ അത് നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ചിക്കനും ഒരു എഗ്ഗും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഹെവി കൂടിയാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവി കയറ്റി എടുക്കുകയോ അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്ത് എടുക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. ആരെങ്കിലും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ റെസിപ്പീസ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യാം. എന്താണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.